മലേഷ്യയിൽ നൂറുകണക്കിന് വീടുകളെ വിഴുങ്ങി വൻ തീപിടുത്തം. സബാ സംസ്ഥാനത്തെ തീരദേശ നഗരമായ നന്ദഗനിലാണ് സംഭവം. കടലിന് മുകളിൽ തൂണുകളിൽ നിർമ്മിച്ച തടി വീടുകളുള്ള പ്രദേശത്തെ ജലഗ്രാമങ്ങളിൽ ഒന്നിലാണ് തീപിടുത്തമുണ്ടായത്. അനുപമ ശ്രീദേവി നൽകും വിവരങ്ങൾ. അനുപമ, എന്താണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ? അരുണ്യ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഗ്രാമത്തെ ആകെ വിഴുങ്ങുന്ന രീതിയിലുള്ള വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തെ ഏകദേശം 200ഓളം വീടുകളെ ഈ മുഴുവനായിട്ട് തീപിടുത്തത്തിൽ ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു തീപിടുത്തമാണിത്. ഈ തടി വീടുകളാണ് പ്രധാനമായും നമ്മൾ ഈ കുട്ടനാട്ടിലെല്ലാം കാണുന്നത് പോലെ സ്ഥിരമായിട്ട് വേലിയേറ്റം ഉണ്ടാകുന്ന പ്രദേശമായതിനാൽ തന്നെ തൂണുകൾക്ക് മുകളിൽ ചെറിയ ചെറിയ താൽക്കാലിക വീടുകൾ, കുടിലുകൾ പോലെ കെട്ടിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ മലേഷ്യയിലെ തന്നെ ടൂറിസ്റ്റ് മേഖലകളിൽ പ്രധാനമായിട്ടുള്ള ഈ ജലഗ്രാമങ്ങൾ എന്നെല്ലാം ആണ് ഈ പ്രദേശത്തെ പറയുന്നത്. ഈ സന്ദഗനിലെ അങ്ങനെ ഒരു ജലഗ്രാമത്തിലാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഈ തീപിടുത്തത്തിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ പ്രാദേശിക ദുരന്ത നിവാരണ ഏജൻസികളെല്ലാം ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തീപിടുത്തം ഏകദേശം 200ഓളം വീടുകളെ വിഴുങ്ങുന്ന അവസ്ഥയുണ്ടായി. 400-ലധികം പേരെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചതായിട്ടും ഈ ബെർനാമ എന്ന് പറയുന്ന വാർത്താ ഏജൻസി, മലേഷ്യയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 200 വീടുകൾ ഈ പ്രദേശത്ത് കത്തി നശിച്ചിട്ടുണ്ട്. ആളപായത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും മലേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നില്ല. എങ്കിലും 500ഓളം പേരെ താൽക്കാലികമായിട്ടുള്ള ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ തീപിടുത്തത്തിന്റെ കാരണം, എവിടെ നിന്നാണ് ഈ തീപിടുത്തം ഉത്ഭവിച്ചതെന്നുള്ള വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ ശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ വേലിയേറ്റം ഇറങ്ങുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ അണയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാമാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത് തന്നെ.